ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ ഒരു ഹെറോയിൽ വെച്ച ആളെ പിടികൂടിയിട്ടുണ്ട്. അയാൾ കണ്ടിട്ടൊരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, മലയാളിയല്ല. എന്തായാലും അതിഥി തൊഴിലാളിയാണ്. കാരണം ഇപ്പോൾ പെരുമ്പാവൂരാണല്ലോ കൂടുതൽ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് പൂണ്ടാടുന്ന ഒരു സ്ഥലമാണ്. വിളഞ്ഞിങ്ങനെ ആടുവാണ്. കാരണം എന്ത് പോക്കൃത്തരവും ഈ അതിഥി തൊഴിലാളികൾ അവിടെ നടത്തുന്നുണ്ട്. കാരണം അതൊക്കെ പോലീസ് നോക്കി നിൽക്കുകയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇന്നലെ പോലീസിൻ്റെ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവനെ കയ്യോടെ 2 പോലീസുകാർ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവനെ പിടിച്ചു നിർത്തി ഫാൻ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഹെറോയിൻ കിട്ടിയിട്ടുണ്ട്. എത്ര ലക്ഷത്തിൻ്റെ എന്നുള്ള അറിയത്തില്ല. ഇനിയിപ്പോൾ 1 ലക്ഷത്തിൻ്റെ ആയാലും 1 ഗ്രാം ആയാലും മതി. കട്ട് തന്നെയാണ്, കള്ളൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് ഉണർന്നിട്ട് പോലീസിന് പിടിക്കാൻ തോന്നിയത് വളരെ നന്ദിയാണ്. വളരെ നന്ദിയുള്ള ഒരു കാര്യമാണ്. കാരണം ഇനി നാളെ ഇതുപോലുള്ള ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ ഹെറോയിൻ എവിടെയും വിൽക്കരുത്. ഇത് പെരുമ്പാവൂർ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പം ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെരുമ്പാവൂർ പിടിച്ചതാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഞായറാഴ്ച എന്ന് മാത്രമല്ല, ഏത് ദിവസവും ഇവിടെ ഫുൾ 24 അവേഴ്സും പോലീസ് ചെക്കിംഗ് ആണ്. വേണ്ട, സംശയപരമായ ആരെ കണ്ടാലും ഇവിടെ ചെക്കിംഗ് ആണ്. ഇവിടെ ഞായറാഴ്ച എന്ന് മാത്രമല്ല. അതെ, സംഭവം അതെ കയ്യോടുകൂടി പിടിച്ചിട്ടുണ്ട്. വേണ്ട, അതെ സംഭവം കയ്യോടുകൂടി കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ ടൈം ചെക്കിംഗ് ആണ്. ഇനി വ്ളോഗർമാരൊന്നും ഇവിടെ ഇടിച്ചു കയറും. എൻ്റെ ഇവിടെ സമാധാനപരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസൊക്കെ പിടിച്ചിട്ടുണ്ട്. സംഭവം പിടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം പിടിച്ചിട്ടുണ്ട്. ഇവൻ ഇവിടുത്തെ മെയിൻ ഒരു വിൽപ്പനക്കാരനാണ്. അപ്പൊ ഞായറാഴ്ച മാത്രമാണ് ഇവൻ വിറ്റുകൊണ്ടിരുന്നവനെ പൊക്കി. ഇപ്പൊ നമ്മുടെ കേരള പോലീസ് ഇവിടെ ഫുൾ ടൈം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ത് സംഭവം ഉണ്ടല്ലോ അപ്പൊ പൊക്കും. ഇപ്പൊ പൊക്കി പിടിച്ചുകൊണ്ട് പോണേ കാണാൻ. അവനെ കൈയോടുകൂടി പിടിച്ചാണ് കാണാൻ. അവന്റെ കയ്യിൽ ചെറിയ ചെറിയ ഡെപ്പകളാണ്. ആ ഡെപ്പകളിലാണ് ലഹരി വസ്തുക്കൾ. അതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കൈയോടുകൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പെരുമ്പാവൂരിന് അത്രയും വൃത്തികരമായ കണ്ടില്ലേ, അങ്ങനെ തൂക്കിയെടുത്ത് ഇവനെ കൊണ്ടുപോകണം. ഇവനെ നല്ല ഇവൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. ഇവനെ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി എത്ര ആളുണ്ടെന്നുള്ള അറിയത്തില്ല. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പെരുമ്പാവൂരുള്ള ആളുകൾക്കൊരു ആശ്വാസമാണ്. ഇത് കണ്ടിട്ട് ഈ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എവിടെയാണോ അതോ ഇനി പെരുമ്പാവൂർ മാർക്കറ്റിൽ എവിടെയാണോ ആ ഭാഗത്തോടെ ആണെന്നും തോന്നുന്നു കണ്ടിട്ട്. അവിടെ നിന്നാണ് പിടി കൂടിയിരിക്കുന്നത്. എന്തായാലും കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ട് സ്റ്റെപ്പ് കയറിപ്പോൾ നടന്ന് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇവനെയൊക്കെ. കാരണം ഇവർ 2 കൈയും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലം കിട്ടുകൊണ്ട് വേണം പോകാൻ. പക്ഷേ അവിടുന്ന് അങ്ങനെ പിടിച്ചിട്ടില്ല. അങ്ങനെ പിടിച്ച് 2 കൈയിലും പിടിച്ച് തൂക്കി ഇങ്ങനെ 2 പോലീസുകാർ അപ്പുറം നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ നാടിൻ്റെ പോക്കൊക്കെ കണ്ടെന്നുള്ള അറിയത്തില്ല. കാരണം ഇതൊന്നും കാണാനും ചെവി കൊള്ളാനും ആളുകളില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പോലീസ് എല്ലാ കാര്യത്തിലും ഇറങ്ങി ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ പെൺപാടിമ സംഘം ഒരുപാട് വിളഞ്ഞാടുന്നൊരു സ്ഥലവും കൂടിയാണ് ഈ പെരുമ്പാവൂരും ഈ ആലുവ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ. എറണാകുളത്തും ഉണ്ട് കേട്ടോ. എറണാകുളത്തും ഇല്ല എന്നൊന്നും പറയുന്നില്ല. കേരളത്തിൽ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ കൂടുതലിപ്പോൾ ഈ എറണാകുളം, ഈ പെരുമ്പാവൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ലഹരിയായാലും മറ്റുള്ള മാഫിയകളായാലും മയക്കുമരുന്ന് മാഫിയ ആയാലും ഇതുപോലുള്ള വിളയാട്ടങ്ങൾ കൂടുതലും ഇവിടെയാണ്. വിളയാട്ടങ്ങൾ മനസ്സിലായില്ലേ? ഈ പെരുമ്പാവൂർ, ആലുവ, എറണാകുളം ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ നന്നായി. ഇവരെ പിടിച്ച് ഇവൻ എവിടുത്തെ ഏത് നാട്ടുകാരനെന്നുള്ള അറിയത്തില്ല. എന്തായാലും മലയാളിയല്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഇനി പറയാൻ പറ്റില്ല. മലയാളീനെ ഹിന്ദിക്കാരനെയൊക്കെ കണ്ട ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഹിന്ദിക്കാരും അതിഥി തൊഴിലാളികളാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഈ മലയാളിയാണോ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇത് കുറേ നേരത്തെ നോക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇതിന് മുമ്പും ഇതുപോലെ പലരെയും പിടിച്ചിട്ടുണ്ട്. അപ്പം
കേരള പോലീസിന് ഒരു ബിഗ് സൊല്യൂട്ട്. കാരണം ഇനിയുള്ള ഇതുപോലുള്ള ആളുകളെ രംഗത്ത് ഇറങ്ങരുത്. ഇത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതിൻ്റെ ഒരു അംശം, ഒരാൾ ഇതിൻ്റെ ഒരു ഏജൻ്റ് ഉണ്ട് അവിടെയൊക്കെ ഇത് വിതരണം ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഈ ഏജൻറ്റിന് നല്ലൊരു കമ്മീഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അടുത്ത് തന്നെ വേറെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടകരയിലോ എവിടെ അധ്യാപകന്മാരെ പിടിച്ചില്ലേ, മയക്കുമരുന്നും അതും ഇതൊക്കെ ആയിട്ട്. കാരണം ഇവർക്കൊരു ഏജൻറ്റ് വേറെ ഉണ്ട്. കാരണം ഇവർക്ക് ഇത് സെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ കണക്കില്ലാതെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് സംഗതി പൊളിയുന്നത്. അവരുടെ വീഡിയോ എനിക്ക് കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഇനിയിപ്പോൾ അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. കിട്ടുവാണെങ്കിൽ അതും ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.